ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറേ വീഡിയോസ് എല്ലാം മിക്സായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാനില്ല, കാരണം കുറേ ദിവസത്തെ കുറേ വിശേഷങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് കുറ്റിക്കോലാണ്, ബൽക്കിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആടുന്ന് ഞങ്ങൾ കൊട്ട പറക്കാനായിട്ട്, കൊട്ട എന്ന് പറഞ്ഞാൽ കാഷ്യനട്ട്. അപ്പോൾ കാഷ്യനട്ടിൻ്റെ മഴ പെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു മുളച്ച കൊട്ട അല്ലെങ്കിൽ മുള വന്ന കൊട്ടയെല്ലാം ഉണ്ടാവും. അത് കറി വെക്കും നമ്മൾ. കാസർഗോഡ് നമ്മളൊരു സ്പെഷ്യലായിട്ടാണത്. അപ്പോൾ അത് നമ്മൾ ബൽക്കിൻ്റെ തോട്ടത്തിലേക്കാണ് പോകുന്നത് പറക്കാനായിട്ട്. മഴയൊക്കെ പെയ്തിട്ട് അവിടെ കൊട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പറക്കിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കൊട്ടയും ഈ കൊട്ടക്കറി, കൊട്ടപ്പറക്കലും, മുളച്ച കൊട്ടയെന്നെല്ലാം പറയും. അതൊക്കെ പറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനെല്ലാമായിട്ട് ഞാൻ, ഉമ്മ, ബൽക്കി, സവാദ്, ഇഷാൻ, സെയിൻ എല്ലാവരും കൂടിയിട്ട്, ആദമും എല്ലാവരും കൂടിയിട്ട് പോകുന്നുണ്ട്. ബൽക്കിൻ്റെ വീട്ടിൽ കുറച്ച് നടന്നിട്ട് പോകണം. സാധാരണ ഒരു വണ്ടിയിൽ പോലെ, പക്ഷെ നമ്മളിപ്പോൾ നടന്നിട്ട് വേറെ തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് പോകുന്നത്. നല്ല രസമുണ്ട് പോകുന്ന വഴിയൊക്കെ. അപ്പോൾ നമുക്ക് പോയിട്ട് കൊട്ടയെല്ലാം പറക്കിയിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ തോട്ടത്തിലെത്തി. ഇതാ മുളച്ച കൊട്ട കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിങ്ങിന്, മുളച്ച കൊട്ട കാണുന്നതും കിട്ടുന്നതും അതുപോലെ ഇടയിലിടയിലായിട്ടുള്ള ഇങ്ങനെ കിട്ടുമ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുറേ ഇങ്ങനെ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പക്കൊക്കെ തോട്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൊട്ടയെല്ലാം പറക്കാൻ പോകും. ആ തോട്ടത്തിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുളച്ച കൊട്ട പറക്കാൻ പോകാൻ. അപ്പോൾ ഇപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു വേറെ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലിംഗ് കിട്ടും. അത് എന്തെന്നുള്ളത് നൊസ്റ്റു എന്നൊക്കെ പറയും, പക്ഷേ അതിലും എന്തോ ഒരു ഫീലിംഗ് ഇങ്ങനെ ഈ കൊട്ട പറക്കാം. ഞാൻ നിർബന്ധിച്ചിട്ടോ ഇത് വന്നത്. ബൽക്ക് പറഞ്ഞായിരുന്നു ഇപ്പോൾ കൊട്ടയൊന്നും ഉണ്ടാവില്ല, ഓൾറെഡി പറക്കി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോയിട്ട് പറക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പറക്കിയതാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മുളച്ചോട്ടെല്ലാം പറക്കിയിട്ട് പോകുന്നുണ്ട്. ബൽക്കിൻ്റെ പേർക്ക് എത്തിയപ്പോൾ അപ്പോൾ ഞാനിത് എത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചുരിഞ്ഞിട്ട് കാണിക്കാം, വെട്ടിയിട്ട് കാണിക്കാം. അപ്പോൾ കറക്റ്റ് അറിയാം എത്ര കൊട്ട കിട്ടി ഞങ്ങൾക്ക് എന്നുള്ളത്. അപ്പോൾ ഇതിൽ തൈ പോലെ ആയിട്ട് കണ്ടില്ല, അതിലെല്ലാം ചെറിയ ചെറിയ ഇങ്ങനെ കൊട്ട നമുക്ക് കാണാം. ഈ മുളച്ചിട്ട് വന്ന കൊട്ട അതും കൂടെ കറിയിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് സെപ്പറേറ്റ് തന്നെ കറി വെക്കാൻ പറ്റും. ഈ മുളച്ച കൊട്ട എന്ന് പറയുന്നത് അത് വേറെ തന്നെ എടുത്തിട്ട് കറി വെക്കാൻ പറ്റും. മറ്റേത് മുള ചെറുതായിട്ട് വന്ന കൊട്ട അത് വേറൊരു ടൈപ്പിലും കറി വെക്കാൻ പറ്റും. അങ്ങനെ 2 തരം കറി ഉണ്ടാക്കാമെന്നാണ് ബൽക്ക് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ എല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ക്ലീനാക്കിയിട്ട് നല്ല സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഈ പ്രത്യേകിച്ച് മുളച്ച കൊട്ട. അപ്പോൾ അതെല്ലാം ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല വൃത്തിയൊക്കെ കഴുകിയെടുത്തിട്ട് വേണം അത് കറി വെക്കാൻ. അപ്പോൾ ഇത് ഞങ്ങളവിടെ ഏകദേശം ഈ മഴക്കാലത്തിൽ ഉണ്ടാകുന്ന ഒരു കറി കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലെ തൊട്ടേ നമ്മൾ മഴക്കാലം വരുമ്പോൾ എപ്പോഴും നമ്മളെ മനസ്സിൽ വരുന്നൊരു കറിയാണ് ഈ ഒരു കൊട്ടക്കറി. അപ്പോൾ അതിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്, ബൽക്കി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാവും നന്നായിട്ട് ഉണ്ടാക്കിയ കറി. പിന്നെ ബൽക്കിയാണെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ കറി ഉണ്ടാക്കും. ഞാൻ കൊട്ടക്കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ബൽക്കി മുളച്ച കൊട്ടൻ്റെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് തേങ്ങ കൂടി ഇടും അതിലേക്ക്, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഈ കൊട്ട കഴിക്കാൻ, ഈ കറി കൂട്ടാനും. ഇനി മറ്റേ കൊട്ട കറി വെക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ എങ്ങനെയാണ് ആ കൊട്ടൻ്റെ കറി വെക്കുന്ന ഒരു രീതി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളെ വീട്ടിൽ ഉപ്പ കൊണ്ടുവന്ന കുറച്ച് കൊട്ടയാണ്. ആ ഇതല്ല ബൽക്കീൻ്റെ വീട്ടിലല്ല, ഇത് ഞങ്ങളെ വീട്ടിൽ ഉപ്പ കൊണ്ടുവന്ന, ഉപ്പാൻ്റെ ഫ്രണ്ട്സിന് ഇങ്ങനെ കൂപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന കൊട്ട നമ്മളിങ്ങനെയാണ് കറി വെച്ചതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പച്ചക്കൊട്ടയും കൂടെ ഉണ്ട് കേട്ടോ. പച്ചക്കൊട്ടയും പിന്നെ മഴ ചെറുതായിട്ട് കൊണ്ടതേ ഉള്ളൂ, മുള വന്നിട്ടില്ലേ ഈ കൊട്ടക്കൊന്നും. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മഴ ചെറുതായിട്ട് കൊണ്ട് മുള വരാത്തതും അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള ഈ കൊട്ടക്കാണ് ഭയങ്കര ടേസ്റ്റ് കൂടുതൽ എൻ്റെ ഉമ്മ പറയൽ. അപ്പോൾ ഇതിപ്പോൾ ഉമ്മ മുറിക്കുന്നുണ്ട്. ഇതിങ്ങനെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ തോണ്ടി എടുത്തിട്ടാണ് ഈ കറി വെക്കൽ. അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ഇതെല്ലാം കൊട്ടയെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഉമ്മാവും കൂടിയിട്ട് ഇതിങ്ങനെ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇത് തോണ്ടിയെടുക്കും. അതെടുത്തിട്ട് പിന്നെ പിന്നെയും ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ തൊലി കളയണം, ചൂടുവെള്ളത്തിലിട്ട് തൊലി കളയണം, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കൊട്ട കറി വെക്കൽ. കാസർഗോഡിന് പുറത്താരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മഴ കൊണ്ടതിന് ശേഷം ഇങ്ങനെ കൊട്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കാസർഗോഡ് കൊട്ട എന്നല്ലേ പറയൽ, കാഷ്യനട്ട്. അപ്പോൾ അത് നിങ്ങൾ കറി വെക്കലുണ്ടോ അല്ലെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ ഏകദേശം കഴിയാനായി, എല്ലാം തോണ്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലി പൊളിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ കുറച്ച് എണ്ണ, ഇത് ചെയ്യുമ്പോഴും കയ്യിൽ എണ്ണ ഇടാനുണ്ട് കേട്ടോ. മുറിക്കുമ്പോഴും തോണ്ടുമ്പോഴും തൊലിയെടുക്കുമ്പോഴൊക്കെ, കാരണം ചെന പറ്റും കയ്യിൽ പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ തടവിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. മറ്റേ മുളച്ച കൊട്ട ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെ കേട്ടോ ഈ കറി ഉണ്ടാക്കൽ. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി ആയതിനു ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആയിരിക്കട്ടെ ഈ കറി ഉണ്ടാവുക. ഭയങ്കര ഒരു ടേസ്റ്റുള്ള കറിയാണ്. എനിക്കിപ്പോൾ കാണുമ്പോൾ കൊതിയാണ്. ഇപ്പോൾ കുറേ ആയില്ലേ ഈ വീഡിയോ, മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരി, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും ഭയങ്കര ടേസ്റ്റാണ്. ദോശയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ ചോറ്, കൊട്ടക്കറി, അച്ചാർ, മാങ്ങ എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു ലഞ്ചായിരുന്നു അന്നുണ്ടായത്.
ഇതിപ്പോൾ വീണ്ടും ബൽക്കിൻ്റെ വീട്ടിലത്തെ കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മാങ്ങ കൊണ്ടുവന്നത് ബൽക്കിൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ്. അവിടെ ഉണ്ടായ മാങ്ങയാണ്. ഞാൻ മുമ്പേ പറഞ്ഞവർക്ക് തോട്ടങ്ങളൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാവും. മാങ്ങ ചക്ക എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ മാങ്ങനെ നമുക്കും കുറച്ച് തന്നിട്ടുണ്ട്, നമ്മൾ ബോയ്ക്കാന്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ബൽക്കിൻ്റെ വീട്ടിൽ തന്നെ മുറിച്ചിട്ട് ഉപ്പിലിട്ടതാണ്. ഇതിപ്പോൾ ഉപ്പിലിട്ടതാണ്, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് മുമ്പ് ബൽക്കി ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട് മറ്റേത്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഒന്നെടുത്ത് ഞാൻ കഴിച്ചു നോക്കി. ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു എരിവും പുളിയൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു അതിന്. ചോറിൻ്റെ കൂടെയും ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ കഴിക്കാൻ. ഞങ്ങളിങ്ങനെ പഴുത്ത മാങ്ങയും ഉപ്പിലിട്ട മാങ്ങയൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ഇതിപ്പോൾ ചക്ക വെട്ടുന്ന വീഡിയോ ആണ്. അതിനുശേഷം കുറേ ചക്ക നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ആ സമയത്ത് ഫസ്റ്റ് ചക്കയായിരുന്നത്. ഈ ചക്ക കൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു അപ്പം ഉണ്ടാക്കും കേട്ടോ. ഇത് എൻ്റെ പുരയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം ഉമ്മ ഉണ്ടാക്കിയ അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. ഇത് തേങ്ങയും പച്ചരിയും വെല്ലം കൂടെ അരച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കൽ. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പമാണ്. പഴയ ചെറുപ്പകാലത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു അപ്പമാണിത്. ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ ഈ അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതും കൂടിയിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇന്ന് ചക്കയപ്പം എന്ന് പറയല്. ഇപ്പം നല്ല മഴയുള്ള ദിവസമല്ലേ ഈ ചക്കയപ്പം കൂട്ടിയിട്ട് ചായ കുടിക്കാൻ ഒരു വേറെന്നൊരു രസമാണ്. ചക്കയപ്പം കാണിക്കുമ്പോൾ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. കുമൽ. ഇത് മഴ പെയ്യുമ്പോൾ നമ്മൾ പറമ്പിലുണ്ടാകുന്ന കുമലാണ്. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഉമ്മ ഒരു പ്രാവശ്യം കിട്ടിയതിന് കറി വെച്ചപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് കുമൽ വറവാണ് ഉമ്മ ഉണ്ടാക്കിയത്. ഞങ്ങളൊരു 4-5 ദിവസം ഉണ്ടായിരുന്നു ബൽക്കിൻ്റെ വീട്ടിൽ. അപ്പോഴും ബൽക്കി ഇപ്പോഴും സ്പെഷ്യൽ ഫുഡ് തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. ഞങ്ങളൊരു 4-5 ദിവസം ഉണ്ടായിരുന്നു ബൽക്കിൻ്റെ വീട്ടിൽ. അപ്പോഴും ഭയങ്കര വെറൈറ്റി ഫുഡായിരുന്നു ബൽക്കിൻ്റെ. ഞാൻ പിന്നെ മുമ്പത്തെ വീഡിയോയിൽ കുറേ ഇട്ടതുകൊണ്ടാണ് ഇതിലെല്ലാം അങ്ങനെ എടുക്കാത്തത്. ഇത് ബൽക്കി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയൊരു ഊണിൻ്റെ വീഡിയോ ആണ്. അത് ഉണ്ടായ സാധനത്തിലിട്ടോ. അപ്പോൾ പറയുന്ന പോലെ നമ്മൾ ഊണ് അല്ലെങ്കിൽ സദ്യ എന്ന് പറഞ്ഞ എല്ലാ സാധനവും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവളുടെ അടുത്ത് ഉണ്ടായ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ സദ്യയാണ്. അടിപൊളി സദ്യയായിരുന്നു. ബൽക്കി തന്നെ ഉണ്ടാക്കിയായിരുന്നു പുളിയിഞ്ചി നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ നമ്മൾ ഞാനൊക്കെ സദ്യ അവിടെ ഉണ്ടാക്കുമ്പോഴൊക്കെ പുളിയിഞ്ചി മാത്രം വാങ്ങും. പക്ഷേ ഇതും ഇവിടെയും ബൽക്കി തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു പഴത്തിൻ്റെ ഒരു കൊല. അത് എൻ്റെ കയ്യിൽ എങ്ങനെ ഇരിക്കും, എത്ര ചെറുതാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ഞാൻ കയ്യിൽ പിടിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, അത്ര ചെറിയ പഴത്തിൻ്റെ കൊലയാണ്. ഇതും ഇവരുടെ ഇതിൽ തന്നെ ഉണ്ടായതാണ്. ബൽക്കിൻ്റെ അടുത്ത ഉമ്മ അളിയാൻ്റെ ഉമ്മ കൊടുത്തതാണ്. ഇവരുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇത് ശരിക്കും പഴുത്തിട്ടുണ്ട്, നല്ല മധുരവും ഉണ്ട്. അതാണ് അതിൻ്റെ അത്ഭുതം. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് എത്രമാത്രം ചെറുതാണെന്നൊക്കെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സെയിനക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, കൂടെ വന്നെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്, ഈ പഴം ചെറിയതാണല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് കളയാന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് തൊലിയൊക്കെ കളഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വലിയ പഴത്തിൻ്റെ കൂടെ ഈ പഴം എത്ര ഡിഫറെൻ്റ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. വലിയൊരു പഴവും ചെറിയൊരു പഴത്തിൻ്റെ കൂടെ ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് തൊല്ലി എടുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ, പോയിക്കാനും വന്നതിന് ശേഷം. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു പൂളാണ്, പിള്ളേർക്ക് കളിക്കാൻ വെള്ളമൊക്കെ നിറച്ച് കളിക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പി അല്ലേ. അപ്പോൾ ഇത് ദുൽഖറും സവാദും ഇഷാനും സെയിനും കൂടെ ഇപ്പോൾ ഇതിലേക്ക് വെള്ളം നിറക്കുന്നുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫുള്ള് പൂളിലൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ സിറ്റ് ഔട്ടിൽ ഇതിട്ടിട്ടാകുമ്പോഴത്തേക്ക് അവിടെ ഏകദേശം നിറഞ്ഞു നിന്നിട്ടുണ്ട്. പിള്ളേർ പൂളിൽ കളിക്കുന്ന വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്തിട്ടുണ്ട്, സേഫ്റ്റി റീസൺ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അതിന് പകരം. അപ്പോൾ റാശി ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിള്ളേരെന്ന് പറഞ്ഞാൽ ആ ഏജ് എൻജോയ് ചെയ്യണം, പൂളും അല്ലെങ്കിൽ പുറത്ത് പോയിട്ടാണെങ്കിൽ പുറത്ത് പോയിട്ട്. പിന്നെ സെയിനൊക്കെ ചെറിയ പ്രായമല്ല, അപ്പോൾ പറയും നമ്മളെ വീട്ടിൽ തന്നെ ഒരു സൗകര്യം പൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഓരോ പ്രായം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയുന്നവർ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. കാരണം നമ്മളെല്ലാം ചെറുപ്പത്തിൽ എൻജോയ് ചെയ്ത ആൾക്കാരാണ്. പുഴ അല്ലെങ്കിൽ കുളത്തിലൊക്കെ പോയിട്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. നമുക്ക് എൻ്റെ മാമാൻ്റെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കുളമുണ്ട് പുഴയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് തറവാട്ടിലാണെങ്കിൽ ഉപ്പാൻ്റെ വീട്ടിലാണെങ്കിൽ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്തെ മഴയൊക്കെ നിറയുമ്പോൾ നമ്മളെല്ലാവരും കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ വളരണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ പുറത്തൊക്കെ ജീവിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര നമുക്ക് സങ്കടം തോന്നുന്നതാണ്. നമ്മളെ മക്കൾക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ മിസ്സാവുമല്ലോ എന്നൊക്കെ ഉള്ളതാണ്. അവർ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ പിള്ളേർ കൂടുമ്പോൾ അവർക്ക് തന്നെയായിട്ടൊരു എൻജോയ്മെൻറ്റിൽ കുറവാണ്. അല്ലെങ്കിൽ വല്ലപ്പോഴും ആയിരിക്കും നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ മീറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഹാപ്പി അതാണ്. എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെ ആ പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്യുമല്ലോ, നമുക്ക് കിട്ടിയതുപോലെ അവർക്കൊരു കുട്ടിക്കാലം എപ്പോഴും ഓർക്കാവുന്ന ഒരു കുട്ടിക്കാലം കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ളതാണ്. സെയിനും അത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ നാട്ടിൽ വന്നിട്ട്. പിന്നെ ലായിസും കൂടെ ജോയിൻ ആയിട്ടുണ്ട്, ജുബീൻ്റെ മോന്. ഞാൻ വിളിച്ചതാണ്.
പിന്നെ ഇബോവും കൂടെ വന്നിട്ടുണ്ട്. ദുൽഖറിൻ്റെ അനിയത്തിയാണ് ഇബോ, കുബ്രമ്മേൻ്റെ മോളുടെ അടുത്ത് തന്നെയുള്ള. സെയിനും എല്ലാവരായിട്ടും ഭയങ്കര കൂട്ടാണ് കേട്ടോ. കുറേ ഫ്രണ്ട്സ് ഉണ്ടോ എനിക്ക്. ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ സവാദ്, ഇഷാന്, അവിടെയാണെങ്കിൽ ഇച്ചാൻ്റെ മക്കൾ ഇവാന്, പാത്തു. ഇവാന് ആദമിൻ്റെ പ്രായമാണ്, പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴും ആദമിൻ്റെ ബാക്കിൽ പോകുന്നത് തന്നെ ഇവാനിൻ്റെ ബാക്കിലും പോയിക്കൊണ്ടുണ്ടാവും. പിന്നെ ആടെയാണെങ്കിലും നമ്മളടുത്ത് തന്നെയുള്ള മൂത്തമ്മാൻ്റെ മോനുണ്ട് സയാന്. പിന്നെ അടുത്ത് തന്നെയുള്ള നെജോമായിൻ്റെ മോളുണ്ട് ഐഷു നല്ല കൂട്ടാണ് സൈനായിട്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ആയിസ്, ലിയ, ഐഷു അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ അടുത്ത് തന്നെയുള്ള ഇബു, ദുൽഖർ, അത് നമ്മൾ കുഞ്ഞാൻ്റെ പുള്ളിമക്കളാണ്. ഇനി ഞങ്ങൾ കാക്കാൻ്റെ പുള്ളിമക്കളായിട്ടുള്ള ഫൈസാൻ, കെൻസ, നൈഫ, നുമ, ഷെസ്മി, അവർ ട്വിൻസാണ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ് സെയിൻ. അതേപോലെ തന്നെ അൻഷീൻ്റെ അനിയന്മാർ, ഏട്ടത്തിൻ്റെ മോന് സയാൻ, അതേപോലെ അജു, കൈസു, ഓരോടും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ എവിടെ പോയാലും ഫ്രണ്ട്സ് ആകുന്നുണ്ട്. ഇത് റാഷിൻ്റെ മാമാൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോഴത്തെ വീഡിയോ. ഇതിൽ സൈനിൻ്റെയും പാത്തുൻ്റെയും കൂടെ ഉള്ളത് മുസ്തഫ, ചാച്ചാൻ്റെ മോനാണ് റാഷിൻ്റെ. പിന്നെ ഉള്ളത് റാഷിൻ്റെ കസിന് ഫരീദാൻ്റെ മക്കളാണ് ആദിയും റാബിയും. ഞാനും റാഷി ഇത് ഭയങ്കര ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിള്ളേരിങ്ങനെ വളരണം നമ്മളെ പോലെ. ഞങ്ങൾ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ കുളവും പുഴയും ഫ്രണ്ട്സും ഓട്ടവും ചാട്ടവും എല്ലായിട്ട് നമ്മൾ പല കളികളും പലതരത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ നമ്മൾ ജീവിച്ച ആൾക്കാരാണല്ലോ നമ്മൾ മണ്ണിലും അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെങ്ങനെ വിചാരിക്കുമ്പോൾ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഹുസൈനും ഇങ്ങനെ റൂമിൽ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ കൂട്ടം അങ്ങനെ ഒന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ റാഷി ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മുടെ ഒരു ഹാപ്പിനെസ്സിന് അതാണ്. സൈനിനെ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഇങ്ങനെയാണ് മക്കൾ വളരേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. ആദമാണെങ്കിലും അവനും ഇപ്പോൾ ചെറുതാണെങ്കിലും അവരുടെ പ്രസൻസ്, ഇപ്പോൾ സവാദ്, ഇഷാൻ, പാത്തു, സെയിന്, ഇവാൻ്റെ കൂടെയുള്ള അവൻ്റെ പ്രസൻസിൽ അവന് ഭയങ്കര ഹാപ്പി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സെയിൻ ആ സമയത്ത് ഞാനും സെയിനും ആ ഒരു റൂം മാത്രമേ, പിന്നെയാണല്ലോ പ്രീ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയത്. പിന്നെ അവിടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉള്ള മീറ്റൊക്കെ വല്ലപ്പോഴും ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ള ആ ഒരു മിങ്കിൾ അല്ലെങ്കിൽ ആ ഒരു റിലേഷനൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെയിനിലുള്ള ആ ഒരു മാറ്റവും ഭയങ്കര എല്ലാവരും എനിക്കറിയാം, എല്ലാവരോടും പെട്ടെന്ന് സംസാരം എല്ലാം പഠിച്ചു. വന്ന സമയത്ത് ഇംഗ്ലീഷ് മാത്രമായിരുന്നു ഇങ്ങനെ വേർഡ്സൊക്കെ പറഞ്ഞുകൊണ്ടായി. പക്ഷേ വന്നിട്ട് ഇപ്പോൾ മലയാളമൊക്കെ നമ്മൾ കാസർഗോഡ് ഭാഷയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ. പിന്നെ അവർ ജനിച്ചത് അമേരിക്കയിലാണ്, അവരവിടുത്തെ സിറ്റിസൺസാണ്. അപ്പോൾ അവർ വളരുന്നതും അവർ പോകുന്നതും അവരുടെ ഭാവിയിലെ ജീവിതമൊക്കെ ചിലപ്പോൾ അവിടെ തന്നെയായിരിക്കും. പക്ഷെ അവർ പഠിക്കേണ്ടത് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ, നമ്മളെ ഭാഷ, നമ്മളെ ഈ ഒരു കൾച്ചർ, ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ അറിയണം, ഇതൊക്കെ എൻജോയ് ചെയ്യണം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെയുള്ളത് എൻ്റെയും റാഷിൻ്റെയും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വന്നതും ഇങ്ങനെ നിന്നതൊക്കെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി ഇപ്പം നമ്മൾ എവിടെയോ ജനിച്ചു, എന്നിട്ട് നമ്മൾ എവിടെയോ പോയിട്ട് എവിടെയോത്തെയോ ഭാഷ പഠിച്ച്, നമ്മളിപ്പം ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ പല ഭാഷകൾ അല്ലേ, പല നാട്ടിൽ പോയിട്ട് നമ്മൾ ജീവിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷ അത് പഠിക്കുക എന്ന് പറയുന്നത് അത് പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ പഠിക്കുന്നുമില്ലല്ലോ. ഇപ്പം പുറത്ത് അമേരിക്കയിലൊക്കെയുള്ള മലയാളി കുട്ടികൾ, മലയാളികളുടെ മക്കൾ അവിടെ ജനിച്ച് വളരുന്നവർ മലയാളം സംസാരിക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ അങ്ങനെ ആവുമോ എന്നൊക്കെയുള്ള സങ്കടമായിരുന്നു. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് റാഷിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു, സെയിന് നമ്മളെ ഭാഷ സംസാരിക്കണം, അല്ലെങ്കിൽ സെയിനാണെങ്കിലും ആദമാണെങ്കിലും നമ്മുടെ ഭാഷ സംസാരിക്കണം, നമ്മുടെ കൾച്ചർ അതെന്താണെന്നുള്ളത് അവരറിയണം. നമ്മുടെ ഇവിടെ നാട്ടിൽ വന്നിട്ട് അവർ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയായിരിക്കും, കുറച്ച് ഇവിടെ പ്രായമുള്ള ആൾക്കാർ അടുത്തൊക്കെ പോയിട്ട് അവർ മലയാളം അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഞങ്ങൾക്കതൊരു ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ്. നമുക്ക് കുറേ ആൾക്കാരത് ഭയങ്കര അഹങ്കാരത്തോടെ കാണുന്നുണ്ടെങ്കിൽ എനിക്കതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവന് മലയാളം പറയണം, മലയാളത്തിൽ സംസാരിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തായാലും അതിലൊക്കെ നമ്മൾ ഹാപ്പിയാണ്. ബാക്കി കാര്യങ്ങൾ അവരുടെ നാട്, അവരുടെ ജീവിതം, അത് അവർ എന്തായാലും അവരവിടുത്തെ സിറ്റിസൺസാണ്, അവിടെ ആയിരിക്കും അവർ ജീവിക്കുന്നതും അവിടെ ആയിരിക്കും അവർ പോകുന്നതൊക്കെ. അപ്പോൾ അത് അങ്ങനെ നടന്നോളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വന്നതിലും ഈ ഒരു ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെയിൻ എല്ലാവരോടും പെട്ടെന്ന് കൂട്ടായിരുന്നു. ഇവിടെ കുറ്റിക്കോല് പോയിട്ടാകുമ്പോഴത്തേക്കുള്ള സെയിൻ്റെ ഫ്രണ്ട്സാണ് കിട്ടുക ഇതൊക്കെ. ഉസ്മാനുള്ളാൻ്റെ ഏട്ടൻ്റെ മക്കളാണ്, സെയിൻ്റെ നല്ല ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. ഇതിലുള്ളത് അൻചി, ഷിഫാന, ഹിന, ഹെയ്സൻ, പിന്നെ സവാദ് ഷാനെ എല്ലാവർക്കും അറിയാമല്ലോ, ഷമ്മാസ്, പായിച്ചു, ഇത്ര ആൾക്കാരാണ്. അതേപോലെ കൊല്ലമ്പാടിൽ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് പാത്തു, ആദീബ, സയാനോ, ഐഷു എല്ലാം. ഇനി കാണിക്കുന്നത് ഒരു വിരുന്നാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായ ഒരു ചെറിയൊരു വിരുന്ന്. ഇത് കബീറിൻ്റെ അടുത്ത ബോസ് ഒരു ഫ്രണ്ടും വരുന്നത് അപ്പോൾ നമ്മളുണ്ടാക്കിയൊരു
കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നമ്മൾ ഫുള്ള് കുക്കിംഗ് തിരക്കായിരുന്നു. അപ്പോൾ കാസർഗോഡ് എല്ലാവരും പുറത്താണ്, അപ്പോൾ കാസർഗോഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. കാസർഗോഡ് ഒരുവിധം സ്പെഷ്യലായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും ബൽക്കും കൂടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ബൽക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി, അപ്പോൾ ഞാൻ ചിക്കൻ്റെ മന്തിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ്റെ മന്തിയിൽ ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ നമ്മളടുത്ത് സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കോഴിക്കടമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം വിളമ്പുന്നുണ്ട്, എല്ലാം റെഡി ആയിട്ട് വിളമ്പി വെക്കാൻ പോവാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനുള്ള സമയം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്, അല്ലെങ്കിൽ എല്ലാം എടുത്ത് കാണിച്ചാൽ നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാനുണ്ടായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചത്. ഇപ്പോൾ ഫുഡെല്ലാം വിളമ്പി വെക്കുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് കുക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് ആടെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്നല്ലാണ്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെയില്ല. പിന്നെ അങ്ങനെ പാർട്ടികളും കാര്യങ്ങളില്ല. അവിടെ എപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് ഫ്രണ്ട്സ് എല്ലാം എല്ലാ വീക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകലോ വരില്ല. അപ്പോൾ നമുക്ക് പോട്ടിലൊക്കെ അങ്ങനെയല്ലായിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടും, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ വിളിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വിരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കൽ. ഒരു 4-5 ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് 1-2 ഐറ്റം ഉണ്ടാക്കിയാൽ മതി. അവിടെ അങ്ങനെയല്ല, എത്ര ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഒറ്റക്കായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ നല്ലൊരു മിസ്സിങ് ഉണ്ട്. ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഇല്ല, അതുണ്ട് ഇവിടെ. ഇൻഷാ അള്ളാ ഇനിയിപ്പോൾ പോയിട്ടെല്ലാം ആയിട്ട് വീണ്ടും എൻ്റെ കുക്കിംഗ് വീഡിയോസ് അതൊക്കെ തുടങ്ങുന്നതായിരിക്കും. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പോകുന്ന കാര്യത്തിൽ. ഇൻഷാ അള്ളാ എൻ്റെ ഇവിടെ റാഷീൻ്റെ പെങ്ങൾക്ക് എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും എന്നെ തിരിച്ച് പോവാം ഇൻഷാ അള്ളാ. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയെന്നെല്ലാം വിളമ്പി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എണ്ണയിലപ്പം മുതൽ എല്ലാം ഫുഡാണെങ്കിലും ഡെസേർട്ട് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിച്ചു തരാം. ഫുഡെല്ലാം ഇപ്പോൾ ഏകദേശം വിളമ്പി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇത് ചിക്കൻ റോളാണ്, ഇത് ബനാന കോക്കനട്ട് ബോളാണ്, പിന്നെ ഇത് മുട്ട പപ്സ്, എഗ് പപ്സ്, പിന്നെ ഇത് സമോസ, ഇത് പഴംപൊരി, ഇത് മുട്ടയപ്പം. മുട്ടയപ്പം കാസർഗോഡ് ഒരു സ്പെഷ്യലായിട്ടാണ്. ഇത് ഉന്നക്കായ, ഇത് ചിക്കൻ്റെ ആണം ചാറ്, ചിക്കൻ ചാറ്, പിന്നെ ഇത് മത്തി മുളകിട്ടത്, പിന്നെ ഇതാണ് നമ്മളെ കൊട്ടക്കറി. ഞാൻ മുമ്പ് കൊട്ടക്കറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റിലിൻ്റെ. പിന്നെ ഇത് ചില്ലി ചിക്കനെല്ലാം ബൽക്കിൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ചിക്കൻ ഫ്രൈയും ബൽക്കിൻ്റെ തന്നെയാണ്. ചെമ്മീൻ ഫ്രൈ ഞാനാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് കാടമുട്ട, ഇതും ഫ്രൈ, ഇതും ഞാൻ ഉണ്ടാക്കിയത്. ഇറച്ചീൻ്റെ പള്ളിക്കറിയാണ് ഇത്, ബീഫിൻ്റെ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. കോഴിക്കടമ്പ് ബൽക്കിയുണ്ട്, അതൊക്കെ അതാണ്. ചെമ്മീൻ ബിരിയാണി ബൽക്കി ഉണ്ടാക്കിയിട്ടാകുമ്പോഴത്തേക്ക് ചിക്കൻ്റെ മന്തി ഞാൻ ഉണ്ടാക്കി. പിന്നെ 2 തരം സാലഡ് ഞാനാണ് ഉണ്ടാക്കിയത്. ഒന്ന് മധുര സാലഡാണ്, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് മന്തിൻ്റെ ചട്നികളൊക്കെ ബൽക്കാനായിട്ട് ഉണ്ടാക്കിയത്, അതിൻ്റെ മയനൈസും ചട്നിയൊക്കെ ബൽക്കാനുണ്ടാക്കിയത്. പിന്നെ ഡെസേർട്ടിൽ കസ്റ്റേർഡ്, പിന്നെ കോക്കനട്ട് പുഡിങ്, കോക്കനട്ട് സൂഫ്ല, ഇത് 3 ബൽക്കാണ് ഉണ്ടാക്കിയത്. ഡെസേർട്ടെല്ലാം ബൽക്കി ഉണ്ടാക്കിയത്. പിന്നെ എണ്ണയിലപ്പങ്ങളൊക്കെ ബൽക്കാനുണ്ടാക്കിയത്. അതിൽ കോക്കനട്ടിൻ്റെ ബോൾ, ബനാന കോക്കനട്ട് ബോൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം ബൽക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. ബൽക്കി ഭയങ്കര കുക്കാണ്. ഞാനിത് കുറേ വീഡിയോസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബൽക്കി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, അത്ര തന്നെ ടേസ്റ്റുമാണ് ബൽക്കീൻ്റെ ഫുഡൊക്കെ. അപ്പോൾ എന്തായാലും ഫുഡെല്ലാം അങ്ങനെ റെഡിയാക്കി. പിന്നെ അതുപോലെ പത്തിരിയും നെയ്പ്പത്തിലും മുട്ടയിട്ട് പറയാൻ പത്തിരിയും നെയ്പ്പത്തിലും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കാസർഗോഡ് വിഭവങ്ങൾ ഇതിലും കൂടുതൽ വരും കേട്ടോ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും തീരില്ല, അത്രയും ഐറ്റംസ് ഉണ്ട് കാസർഗോഡ് ഫുഡ് അത്യാവശ്യം ഫേമസ് തന്നെയാണ്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞ്, ഞാൻ അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ പറയാറുണ്ടോ കാസർഗോഡ് നല്ല ഫുഡ് കിട്ടില്ലെന്ന്. ഫുഡിനൊരു നല്ല പേര് കേട്ട നാട് തന്നെയാണ് കാസർഗോഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്തായാലും അവർ കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ വന്ന അതിഥികളെ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ നല്ല അഭിപ്രായം പറഞ്ഞു. നമ്മൾ പിള്ളേരും അവരെ കൂടെ ഇരുന്നിട്ടുണ്ട്. സവാദ്, ഇഷാൻ, സൈനും എല്ലാം അവരെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെയാണ് കഴിച്ചത്. അപ്പോൾ അത്രയായിരുന്നു ആ ഒരു വിരുന്നിൻ്റെ വിശേഷം. ഇനിയിപ്പോൾ വീണ്ടും എൻ്റെ റാഷീൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് സൈനിനെ അംഗനവാടി ചേർക്കാൻ പോകാൻ കേട്ടോ. റാഷീൻ്റെ പെങ്ങളെ അബിയാണ് സൈനിനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൈനിനെ ചേർക്കാനായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. മഴയുണ്ട് കുറച്ച്. അപ്പോൾ സൈനു പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അംഗനവാടിയിൽ. അവിടെ അങ്ങനെയായിരുന്നു, ആദ്യം പോകുമ്പോൾ കരച്ചിലായിരുന്നു, പിന്നെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതേപോലെ അങ്ങനെ എവിടെയും പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഉള്ള സമയത്ത് സ്കൂളിൽ ചേർത്തിട്ടില്ല, അംഗനവാടി വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് സൈനുവിനെ ഇരുത്തുന്നില്ല, ഇന്ന് ചേർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കരുവതൊന്നും അറിയത്തില്ല, അംഗനവാടി വരുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആടെ എങ്ങനെയായിരുന്നു, ആദ്യം ഇങ്ങനെ പ്രീ സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് കരഞ്ഞുണ്ടായി, പിന്നെ പോകാൻ ഇഷ്ടമായിരുന്നു. അതേപോലെ പോകുമെന്ന് വിചാരിക്കുന്നത്. പ്രവേശനോത്സവമൊക്കെ മുമ്പേ കഴിഞ്ഞിട്ട്, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട്, ആ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ട് എൻ്റെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട്.
ഇപ്പോൾ ഞങ്ങൾ സെയിനിനെ ചേർത്ത് ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കുറച്ച് കുറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ദിവസമായിട്ട് വിടാമെന്ന് വിചാരിച്ചു അംഗനവാടിയിൽ. അപ്പോൾ അംഗനവാടിയിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ പിന്നത്തെപ്പോഴത്തേക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഇതായിരുന്നു നമ്മളെ അണങ്കോർ ഇട്ടയ്യാൻ അംഗനവാടി. അപ്പോൾ നല്ലൊരു ടീച്ചറും നല്ലൊരു ഇത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സൈനുവിന് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ വീഡിയോനും എൻ്റെ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോസ് ഒന്നുമില്ല. മുമ്പ് കുറേ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് എടുത്ത കുറേ വീഡിയോസൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു വ്ളോഗായിട്ട് ഇടുന്നതേ ഉള്ളൂ. മുമ്പ് ഞാൻ വന്നത് മുതലുള്ള കുറേ വീഡിയോസും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഓരോന്നും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിപ്പോൾ നടന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് പോകുന്നുള്ളത് കേട്ടോ. അടുത്ത് തന്നെയാണ് അംഗനവാടി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.